ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. 2-3 ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. വേറെ ഒന്നിനും ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച അപ്പം 3 ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന എഴുതി. ഇത് ജോനവാവയുടെ ബർത്ത്ഡേക്ക് സെക്കൻഡ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ടെഡി ബിയറെ. നല്ല രസമാണ്, നല്ല സോഫ്റ്റ് കംഫർട്ടബിളാണ്. അപ്പം പിടിച്ചുകൊണ്ടിരിക്കാൻ അതിന് നല്ല രസമാണ്. അവൾ അത്രയുള്ളൊരു ടെഡി ബിയറാണ്. ഞങ്ങൾ പോകുന്ന വേറെ എങ്ങുമല്ല, നമ്മൾ മരുന്നുമൂട് പള്ളിയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പത്തനാപുരത്ത് വന്നിട്ട് അവിടെ വണ്ടിക്കകത്ത് നിൽക്കുവാണ്. പത്തനാപുരം വരെ ഞങ്ങൾ ബൈക്കിലാണ് ഞങ്ങൾ 4 പേരും വന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയിൽ പോകുമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ഫുള്ള് അതിൻ്റെ തിരക്കാണ്. നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. സാധാരണ ഫാസ്റ്റ് ബസ്സിലൊക്കെ നമ്മൾ ടി വിയും ഫോണും പാട്ടുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അവിടെ സാധാ ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ പാട്ടും ടി വിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോഴത്തേനും കുർബാന തീരാറായിട്ടുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആരാധനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ്, ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന്. അകത്ത് കയറാൻ പറ്റത്തില്ല, ഫുള്ളാളും തിരക്കുമാണ്. അപ്പോൾ എല്ലാം തിരക്ക് കുറഞ്ഞിട്ട് അകത്തൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി അവിടെ ഇരുന്ന്. പിന്നെ ആരാധന സമയത്തൊക്കെ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെ ഭയങ്കര അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് നമ്മൾ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടക്കാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സാധിച്ചു കിട്ടും എന്നാണ് അവിടുത്തെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ ഒരു മനോഹരമായിട്ടുള്ള ഇതായിരുന്നു. തൊണ്ടയിലെ മുഴ, ക്യാൻസറിനെ വരെ അതിജീവിച്ച് വന്ന കുറേ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ അച്ഛനും പിന്നെ കുറേയേറെ സാക്ഷ്യങ്ങളും പറഞ്ഞു. അതെല്ലാം കേൾക്കാൻ തന്നെ വളരെ മനോഹരമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, നമ്മളൊരു വിഷമാവസ്ഥയിലാണ്, ഒരു നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പള്ളിയിൽ തന്നെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ആ കാര്യം സാധിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ പോയി വെഞ്ചരിപ്പുണ്ടായിരുന്നു. അതെല്ലാം വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആളായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ചയിലായി, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിരുന്നാലും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്ന് പിന്നെ പള്ളീൻ്റെ അകത്ത് കയറി. അപ്പോൾ പള്ളിയുടെ അകത്ത് കയറിയപ്പോൾ ആളിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇറങ്ങാനൊക്കെ കരുതി. അപ്പോൾ അവിടെ അച്ഛനെ കണ്ടായിരുന്നു, അറിയാവുന്നൊരു അച്ഛനുണ്ടായിരുന്നു. അവർ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വന്നത്. അപ്പോൾ ഈ ഇറങ്ങിയ പടം ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങ് പോകുന്നതു. എന്താ പറയുക, യാത്രയൊക്കെ നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ എനിക്ക് പനി പിടിച്ച്, പിന്നെ പിള്ളേർക്ക് ഇച്ചിരി വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് വേറൊന്നുമല്ല, പനി ആയതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോസൊക്കെ അത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.